പതിനായിരക്കണക്കിന് മൂലകങ്ങളാണ് പ്രകൃതിയിൽ നിന്ന് കാണപ്പെടുന്നത്. ഈ മൂലകങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതോ ഇന്നറിയപ്പെടുന്ന 118ഓളം മൂലകങ്ങളിൽ ഏതാനും ചിലത് പരസ്പരം സംയോജിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും ഈ മൂലകങ്ങൾക്കൊന്നും അവയുടെ ആറ്റോമികാവസ്ഥയിൽ നിലനിൽക്കുവാൻ കഴിയാത്തത്? എന്നാൽ ചില മൂലകങ്ങളോ അവയുടെ ആറ്റോമികാവസ്ഥയിൽ നിലനിൽക്കുന്നുമുണ്ട്. ഈ തന്മാത്രകളെ അല്ലെങ്കിൽ മോളിക്യൂൾസിനെ പരസ്പരം യോജിപ്പിച്ച് നിർത്തുന്ന ഫോഴ്സ് എന്തായിരിക്കും? എന്താണ് അവ ബന്ധനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിട്ടുപോകാതെ നിൽക്കുന്നത്? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനം. നമുക്കറിയാം, പ്രകൃതിയിൽ ഒരുപാട് വസ്തുക്കൾ, നമുക്ക് ചുറ്റും നിരവധി വസ്തുക്കൾ കാണപ്പെടുന്നുണ്ട്. നമ്മളെ തന്നെ നോക്കുക, ഈ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂളുകൾ കൊണ്ടാണ്, തന്മാത്രകൾ കൊണ്ടാണ്. അപ്പൊ എല്ലാ സബ്സ്റ്റൻസുകളും എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് തന്മാത്രകൾ കൊണ്ടാണ്. തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നതോ അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആറ്റങ്ങളുടെ അടിസ്ഥാനത്തില് ഒരേ ആറ്റങ്ങൾ തമ്മിലാണോ കൂടിച്ചേർന്നത്, അതോ വ്യത്യസ്ത തരത്തിലുള്ള ആറ്റങ്ങളാണോ കൂടിച്ചേർന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റൻസസിനെ ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയായിട്ട്? എലമെന്റ്സ്, കോമ്പൗണ്ട്സ് എന്നിങ്ങനെ സബ്സ്റ്റൻസസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദ ആറ്റംസ് പ്രസന്റ് ഇൻ ഇറ്റ്, അവയിലുള്ള ആറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ നോക്കിക്കൂ, 2 ആറ്റങ്ങൾ ഹൈഡ്രജനും കൂടി ചേർന്ന് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുകയാണ്. അത്തരത്തിലുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്നത് എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ എന്നാണ്. എന്നാൽ ഇപ്പൊ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് ആണ് വാട്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്നത് കോമ്പൗണ്ട്സ് എന്നാണ്. അപ്പൊ ഒരേ ആറ്റങ്ങൾ കൂടി ചേർന്നവയാണെങ്കിൽ ആ പദാർത്ഥങ്ങളെ നമ്മൾ മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയും. വ്യത്യസ്ത ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് പദാർത്ഥങ്ങൾ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അവയെ നമ്മൾ സംയുക്തങ്ങൾ എന്നും പറയും. അങ്ങനെയാണെങ്കിൽ കുറെ ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ആറ്റങ്ങൾ എങ്ങനെയാണ് കൂടിച്ചേരുന്നത്? ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ മൂലകങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. പദാർത്ഥങ്ങളെ, സബ്സ്റ്റൻസിനെ 2ആയിട്ട് തരംതിരിക്കാം. ഒരേ ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാവുകയാണെങ്കിൽ അവ എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ എന്നും, വ്യത്യസ്ത ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടുണ്ടായവയാണെങ്കിൽ അവയാണ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങൾ എന്നിങ്ങനെ ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളെയും നമ്മൾ അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ആറ്റങ്ങൾ കൂടിച്ചേരുന്നത്? എങ്ങനെയാണ് ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകുന്നത്? എന്തിനാണ് ആറ്റങ്ങൾ കൂടിച്ചേരുന്നത്? എല്ലായ്പ്പോഴും ആറ്റങ്ങൾ ഒരേ രീതിയിലാകുമോ കൂടിച്ചേരുന്നത്? അതുപോലെ തന്മാത്രകളിൽ ആറ്റങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവ വിട്ടുപോവാതെ ചേർന്ന് നിൽക്കാനുള്ള കാരണം എന്തായിരിക്കും? അതന്നെ നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കുറെ ചോദ്യങ്ങള്. എന്താണ്? ഹൗ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ? എങ്ങനെയാണ് ആറ്റങ്ങൾ യോജിക്കുന്നത്? വൈ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ? എന്തിനാണ് ആറ്റങ്ങൾ ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്? അതുപോലെ ഡു ആറ്റംസ് ആൾവേസ് കമ്പൈൻ ഇൻ ദ സെയിം മാനർ? ഇനി ഇങ്ങനെ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് മോളിക്യൂൾ ഉണ്ടാവുമ്പോൾ ഒരേ മാതിരി തന്നെയാണോ ആറ്റങ്ങൾ കൂടിച്ചേരുന്നത്? അതേപോലെ ഹൗ ആർ ദ ആറ്റംസ് ഇൻ മോളിക്യൂൾസ് ഹെൽഡ് ടുഗദർ? എങ്ങനെയാണ് മോളിക്യൂൾസിലെ ആറ്റങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് നിൽക്കുന്നത്? കൂടിച്ചേർന്ന് മോളിക്യൂൾ ഉണ്ടായ പിന്നെ അവ വിട്ടുപോവാതെ അങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുള്ള അന്വേഷണമാണ് കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനം എന്ന ഈ ചാപ്റ്റർ. അപ്പോ കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് അതിന്റെ താഴെ നിന്ന് തന്നെ കിട്ടി. എന്തായിരുന്നു ചോദ്യം?
ചോദ്യം ഇതായിരുന്നു, വൈ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ? എന്തിനു വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ ഒരുമിച്ച് ചേരുന്നത്? അതിന്റെ ഉത്തരം ഇതാണ്, ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ്. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് മോളിക്യൂളുകളായി മാറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. അവയ്ക്ക് സ്ഥിരത കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ പരസ്പരം രാസബന്ധനത്തിൽ ഏർപ്പെട്ട് മോളിക്യൂളുകളായി മാറുന്നത്. എന്നാൽ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അതില് 18ാം ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെയാണ് ഈ കാണുന്നത്. 18ാം ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന്റെ ഒരു പ്രത്യേകത, അവ ഒരു രാസബന്ധനത്തിലും ഒരു കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുക്കൂല. അങ്ങനെയാണെങ്കിൽ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് പരിശോധിച്ച് നോക്കാം. അതും ഈ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയാലോ. ഇതെല്ലാം 18ാം ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ്. ഇതില് ഹീലിയം, അതിന്റെ ആറ്റോമിക നമ്പർ 2 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര വരും? 2. ആകെ 2 ഇലക്ട്രോൺ, ആ 2 ഇലക്ട്രോണും കെ ഷെല്ലിലാവും. ഹീലിയം ആറ്റത്തിന്റെ ആറ്റോമിക നമ്പർ 2 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2. ഹീലിയം ആറ്റത്തിന്റെ ബോർ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കോ, ഹീലിയം ആറ്റത്തിന്റെ 2 ഇലക്ട്രോണുകളും കെ ഷെല്ലിൽ പോയി. ഇതെന്താണ്? ഇത് ന്യൂക്ലിയസ് ആണ്. ഇതൊരു ഷെല്ലായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇത് ഹീലിയം ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. അതില് 2 ഇലക്ട്രോണുകളും 2 പ്രോട്ടോണുകളും ഉണ്ട്. പ്രോട്ടോണുകൾ ന്യൂക്ലിയസിൽ കാണും. അതാണ് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. 2 ഇലക്ട്രോണുകൾ കെ ഷെല്ലിൽ. അടുത്തത് നിയോൺ ആണ്. നിയോൺ ആറ്റത്തിന് 2 ഇലക്ട്രോണുകൾ കെ ഷെല്ലിലും ബാക്കി 8 ഇലക്ട്രോണുകൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുമാണ്. ഇതുപോലെ തന്നെ ആയിരിക്കും ആർഗൺ. അതിന്റെ ആറ്റോമിക നമ്പർ 18 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയേക്കൂ, 2, 8, 8. ക്രിപ്റ്റോൺ ആറ്റോമിക് നമ്പർ 36. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 18, 8. പിന്നെ സിനോൺ ആറ്റോമിക് നമ്പർ 54. അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 18, 18, 8. റാഡോൺ 86 ആണ് ആറ്റോമിക നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 18, 32, 18, 8. എങ്ങനെയായാലും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലൊക്കെ എന്താ വന്നത്? 8 ഇലക്ട്രോണുകളാണ് വന്നത്. അപ്പോ ആറ്റങ്ങൾ എന്തിനാണ് കമ്പൈൻ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഒരു ഉത്തരം എന്താ കിട്ടിയത്? വൈ ഡു ആറ്റംസ് കമ്പൈൻ എന്ന് വെച്ചാല് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നത് അവയുടെ സ്ഥിരത കൈവരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ് ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 18ാം ഗ്രൂപ്പിൽ കിടക്കുന്ന ഈ എലമെന്റ്സ് എന്ത് ചെയ്യുന്നില്ല? ഒരു കെമിക്കൽ റിയാക്ഷനിലും പങ്കെടുക്കുന്നില്ല. അതിന്റെ കാരണം അന്വേഷിച്ച് പോയപ്പോഴാണ് നമുക്ക് അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ എന്ത് ഉണ്ടെന്ന് മനസ്സിലായത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എല്ലാവർക്കും 8 ഇലക്ട്രോൺ ആണ്. ഹീലിയത്തിന് മാത്രം ആകെ 2 ഉള്ളൂ. അത് 2ഉം കെ ഷെല്ലിൽ പോയി. കെ ഷെല്ലിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോണുകളും 2 ആണ്. അപ്പൊ ഹീലിയം എന്ത് ചെയ്യില്ല? വേറെ കെമിക്കൽ റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കില്ല. അപ്പോൾ ആറ്റങ്ങളെ എന്തിനാണ് കമ്പൈൻ ചെയ്യുന്നത്? അവയുടെയൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇതേമാതിരി ഈ ടീമിന്റെ പോലെ തന്നെ 8 ഇലക്ട്രോണുകളാക്കി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്നത്. ഇനി എന്താണ് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ദ അറേഞ്ച്മെന്റ് ഓഫ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആറ്റം ഈസ് കാൾഡ് ഒക്ടറ്റ് ഇലക്ട്രോൺ. അതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കാണുന്നത്. ദ അറേഞ്ച്മെന്റ് ഓഫ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആറ്റം ഈസ് കാൾഡ് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണമാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒരു ആറ്റത്തിലെ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം സ്ഥിരതയുള്ള ഘടനയാണ്. കണ്ടില്ലേ, ഇതാണ് അഷ്ടക ഇലക്ട്രോൺ സംവിധാനം. എന്താണ്? ബാഹ്യതമ ഷെല്ലില് 8 ഇലക്ട്രോണുകൾ ഉള്ളത്. ഇത് സ്ഥിരതയുള്ള ഒരു ഘടനയാണ്. ഉത്കൃഷ്ടവാതകങ്ങൾക്ക് ഈ ഘടന ഉള്ളതിനാൽ അവയ്ക്ക് സ്ഥിരതയുണ്ട്. അതിനാൽ അവ സാധാരണയായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല.
ഹീലിയം ആറ്റത്തില് ഇവിടെ നമ്മൾ ഹീലിയത്തിന്റെ ബോർ മോഡൽ കണ്ടു അല്ലെ. ഇവിടെ ഇലക്ട്രോണിക വിന്യാസവും കണ്ടു, രണ്ടാണ്. അപ്പൊ ഹീലിയം ആറ്റത്തിൽ ഒരു ഷെൽ മാത്രമേയുള്ളൂ. ഒന്നാം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അതിനാൽ ഹീലിയത്തിന്റെ കാര്യത്തിൽ 2 ഇലക്ട്രോൺ സംവിധാനം സ്ഥിരതയുള്ളതാണ്. Octet electronic configuration. Octet electron configuration in an atom is a stable arrangement. Noble gases possess this arrangement and are hence stable. അപ്പോൾ നോബിൾ ഗ്യാസിലൊക്കെ ഈ അറേഞ്ച്മെന്റ് ഉള്ളതിനാൽ അവ സ്ഥിരതയുള്ളവയാണ്. Therefore, normally these gases do not take part in chemical reactions. ഹീലിയത്തിന്റെ കാര്യമാണെങ്കിലോ, the helium atom contains only one shell. The maximum number of electrons that can be accommodated in the first shell is 2. Hence, the doublet configuration of helium is stable. അങ്ങനെയാണെങ്കിൽ ഏതാനും എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാഗ്നീഷ്യം നോക്കി വെക്കുക. ആറ്റോമിക നമ്പർ 12 ആണ്. അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ 2, 8, 2 ഇതുപോലെയാണോ? ഒക്ടറ്റ് ഇലക്ട്രോണിക വിന്യാസം ഉണ്ടോ? ഇല്ല. എല്ലാ എലിമെന്റ്സും എന്തിനാണ് ശ്രമിക്കുന്നത്? ഇതാണ് എല്ലാവരുടെയും സ്വപ്നം. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ. അപ്പോൾ അതിനുവേണ്ടി മഗ്നീഷ്യം ആറ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ ഇങ്ങോട്ട് ഇപ്പൊ 2, 8 അടുത്തത് എത്ര? 18 ഇലക്ട്രോണുകളാണ് എം ഷെല്ലിൽ വരിക. അപ്പൊ ഇവിടേക്ക് ഇനി ബാക്കി എത്ര ഇലക്ട്രോണുകളെ കിട്ടണം? 16 ഇലക്ട്രോണുകളെ കൂടി കിട്ടണം. അല്ലെങ്കിലോ ഈ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് മഗ്നീഷ്യം ആറ്റത്തിന് എന്ത് കിട്ടും? ഒക്ടറ്റ് ഇലക്ട്രോൺ സംവിധാനം നിലനിർത്താം. ഓക്സിജൻ നോക്കിയോക്കൂ. ഓക്സിജന്റെ ആറ്റോമിക നമ്പർ 8 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6. കെ ഷെല്ലിൽ 2ഉം എൽ ഷെല്ലിൽ 6 എണ്ണം. ഓക്സിജന് ഒക്ടറ്റ് ഇലക്ട്രോണിക് വിന്യാസം ഉണ്ടോ? ഇല്ല. ഇനി എത്ര ഇലക്ട്രോണുകളെ കൂടി കിട്ടിയാൽ ഓക്സിജന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും? ഒക്ടറ്റ് ആകും. 2 ഇലക്ട്രോണുകളെ കൂടി കിട്ടിയാൽ മതി അല്ലെ. അപ്പൊ ഓക്സിജൻ എന്തിനാ നോക്കുക? എപ്പോഴും 2 ഇലക്ട്രോണുകളെ എവിടുന്നെങ്കിലും കിട്ടാനുണ്ടോ എന്ന് നോക്കും. സോഡിയമാണ് അടുത്തത്. സോഡിയത്തിന്റെ ആറ്റോമിക നമ്പർ 11 ആണ്. ഇലക്ട്രോണിക വിന്യാസം എഴുതിയപ്പോ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്തില്ല? 8 ഇലക്ട്രോണുകൾ ഇല്ല. ഇനി 8 ആവാൻ എന്ത് ചെയ്യണം? സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത ഇവിടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി. ഇനി ക്ലോറിന്റെ നോക്കൂ. ക്ലോറിന്റെ ആറ്റോമിക നമ്പർ 17 ആണ്. ഇലക്ട്രോണിക് വിന്യാസം എഴുതിയാൽ 2, 8, 7. ഒരു ഇലക്ട്രോണിനെ കൂടി കിട്ടിയാൽ ഇവിടെ 8 ഇലക്ട്രോണുകളായി. അപ്പൊ ക്ലോറിൻ എപ്പോഴും ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുവാനാണ് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മഗ്നീഷ്യം, ഓക്സിജൻ, സോഡിയം, ക്ലോറിൻ ഇവയുടെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെക്ക് ചെയ്തപ്പോ അവയുടെയൊന്നും വാലൻസി ഷെല്ലിൽ, അങ്ങനെയാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഷെല്ലിനെ പറയാം. അപ്പൊ ഈ ഏറ്റവും ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളില്ല. പിന്നെ എങ്ങനെയാണ് അവ സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത്, സ്ഥിരത കൈവരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ചോദിച്ചാല് ആറ്റംസ് അക്വയർ സ്റ്റെബിലിറ്റി ബൈ അറ്റൈനിങ് ആൻ 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ദെയർ വാലൻസ് ഷെൽ ത്രൂ കെമിക്കൽ ബോണ്ടിങ്. അങ്ങനെയാണ് അവര് സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത്. എങ്ങനെയാണ്? ആറ്റംസ് അക്വയർ, ആറ്റങ്ങൾ നേടിയെടുക്കുന്നു. എന്ത്? സ്റ്റെബിലിറ്റി, സ്ഥിരത. എങ്ങനെ? ബൈ അറ്റൈനിങ് ആൻ 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇൻ ദെയർ വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ ബാഹ്യതമ ഷെൽ. ഔട്ടർമോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോണുകളുള്ള ഒരു കോൺഫിഗറേഷൻ ആകുമ്പോൾ അവ എന്ത് ചെയ്യും? സ്റ്റേബിൾ ആവും. അതിനുവേണ്ടി അവരെങ്ങനെയാണ് അത് കൈവരിക്കുന്നത്? ബൈ കെമിക്കൽ ബോണ്ടിങ്. മലയാളത്തിൽ പറഞ്ഞാല് രാസബന്ധനത്തിലൂടെ ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ക്രമീകരണം നേടി സ്ഥിരത കൈവരിക്കുന്നു. അപ്പോ ഒരു തന്മാത്രയിൽ പിന്നെ അപ്പൊ ഇത് മനസ്സിലായല്ലോ എന്തിനാണ് ആറ്റങ്ങൾ ഇങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്? അവയ്ക്ക് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, വാലൻസി ഷെല്ലില് 8 ഇലക്ട്രോണുകൾ ആക്കാൻ വേണ്ടിയിട്ട്. അടുത്തത്, ഇത്തരം തന്മാത്രകളിൽ ആറ്റങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് എന്താണ്?
How are the atoms in these molecules held together? അതിന്റെ രഹസ്യമാണ് the attractive force that holds together the atoms in a molecule is called chemical bonding. ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലത്തെയാണ് രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിംഗ് എന്ന് പറയുന്നത്. ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലത്തെയാണ് രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിംഗ് എന്ന് പറഞ്ഞത്. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഹോൾഡ്സ് ടുഗദർ ദ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഈസ് കാൾഡ് കെമിക്കൽ ബോണ്ടിംഗ്. കെമിക്കൽ ബോണ്ടിങ് 2 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് അയോണിക് ബോണ്ടിങ്, അയോണിക ബന്ധനം. അപ്പൊ എന്താണ് അയോണിക ബന്ധനം എന്ന് നോക്കാം. ഇവിടെ ഇത് സോഡിയത്തിന്റെ ഒരാറ്റമാണ്, ക്ലോറിന്റെ ഒരാറ്റം. സോഡിയത്തിന്റെ ആറ്റോമിക നമ്പർ 11 ആണ്. അതിന്റെ അർത്ഥം സോഡിയത്തിൽ 11 പ്രോട്ടോണുകളുണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്, ഇതാണ് ന്യൂക്ലിയസിന്റെ ചാർജ്. അപ്പൊ ആറ്റോമിക നമ്പർ അറിഞ്ഞാൽ നമുക്ക് ഔട്ടർമോസ്റ്റ് ഈ ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നറിയാം. കാരണം എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണവും. ഇനി ആ ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെ? ന്യൂക്ലിയസിന്റെ അടുത്താണ് ഏറ്റവും കൂടിയ ഊർജ നിലയുള്ള ഷെല്ല് കാണപ്പെടുക. അതിന്റെ പേര് കെ ഷെല്ല്. അതിലാണ് 2 ഇലക്ട്രോണുകൾ പോവുക. അതിന്റെ തൊട്ടടുത്ത് ഇതിനേക്കാളും അല്പം കൂടി ഊർജം കുറഞ്ഞ ഷെല്ലാണ് ഇത്. ഇവിടെയാണ് എൽ ഷെല്ല് ഉണ്ടാവുക. അപ്പൊ എൽ ഷെല്ലുള്ള ഇലക്ട്രോണുകളാണ് 8 ഇലക്ട്രോണുകൾ എൽ ഷെല്ലിൽ കൊള്ളും. അപ്പൊ സോഡിയത്തിന്റെ 11 ഇലക്ട്രോണുകൾ 2 ഇവിടെ പോയി, 8 ഇവിടെയും പോയാൽ ബാക്കിയുള്ള 1 ഇലക്ട്രോണാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളത്. സോഡിയത്തിന് എന്ത് ചെയ്താൽ മതി? ഈ 1 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുത്താല് ഇതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 എന്നുള്ള ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവും. അപ്പോൾ സോഡിയം കൂടുതൽ സ്ഥിരതയുള്ള ആറ്റമായിട്ട് മാറും. അതിനു വേണ്ടിയിട്ട് സോഡിയം എന്ത് ചെയ്തു? എന്റെ അടുത്തൊരു ഇലക്ട്രോണിനെ കൊടുക്കാനുണ്ട്, ആർക്കെങ്കിലും വേണോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇവിടെ ക്ലോറിനെ കണ്ടത്. ക്ലോറിന്റെ ആറ്റോമിക നമ്പർ 17 ആണ്. അതായത് ക്ലോറിന്റെ ന്യൂക്ലിയസിൽ 17 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അത്ര തന്നെ ഇലക്ട്രോണുകൾ ഉണ്ടാവും, 17 ഇലക്ട്രോണുകൾ ഉണ്ടാവും. ആദ്യത്തേത് ന്യൂക്ലിയസിന്റെ അടുത്താണ് ഏറ്റവും ഊർജം കൂടിയ ഷെല്ലുള്ളത്, കെ ഷെല്ല്. 2 ഇലക്ട്രോണുകൾ അതിൽ കൊടുത്തു. എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ കൊടുത്തു. ബാക്കി 7 ഇലക്ട്രോണുകൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുണ്ട്. ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടില്ലേ? ക്ലോറിന് ഇനി 1 ഇലക്ട്രോണിനെ കൂടി കിട്ടിയാൽ ക്ലോറിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളായി. അപ്പൊ ക്ലോറിന് എപ്പോഴും എവിടെന്നെങ്കിലും ഒരു ഇലക്ട്രോണിനെ കിട്ടാനുണ്ടോ എന്നാണ് അന്വേഷിച്ച് നടക്കുക. അങ്ങനെ ഇവർ തമ്മിൽ എന്ത് ചെയ്തു? ജോഡിയായി. എന്നിട്ട് എങ്ങനെയാണ് സോഡിയം ക്ലോറിനും കൂടി ചേർന്ന സോഡിയം ക്ലോറൈഡ് ഉണ്ടായത് നോക്കി നോക്കൂ. ഈ സോഡിയം ആറ്റത്തിന്റെ 1 ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുത്തു. അപ്പൊ സോഡിയത്തില് ഇപ്പോ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കൂ. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, 10 ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ 10 നെഗറ്റീവ് ചാർജുകളാണുള്ളത് അല്ലെ? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്. എന്നാൽ ന്യൂക്ലിയസിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്? 11 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതായത് സോഡിയം ആറ്റത്തിൽ ഇപ്പോ 1 പോസിറ്റീവ് ചാർജ് അധികമല്ലേ? അപ്പൊ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ പിന്നെ ഇതിന് ആറ്റം എന്നുള്ള പേര് മാറും. ആറ്റങ്ങൾ എപ്പോഴും ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. കാരണം പോസിറ്റീവ് ചാർജിന്റെ എണ്ണം നെഗറ്റീവ് ചാർജിന്റെ എണ്ണം തുല്യമാണ്. എന്നാൽ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് കൂടുതലായി. അപ്പൊ ഈ സോഡിയം ആറ്റം ഇപ്പൊ ആരായി മാറി? 1 പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയി മാറിയിരിക്കുന്നു. ക്ലോറിനോ? ഇവിടെ ക്ലോറിന്റെ 17 പ്രോട്ടോണും 17 ഇലക്ട്രോണുകളുമായി പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആയിരുന്നു. അപ്പൊ ന്യൂട്രലായ ഒരു ആറ്റായിരുന്നു ഇത്. പക്ഷേ ക്ലോറിനിപ്പോ പുതിയൊരാളെ കൂടി കിട്ടിയിരിക്കുന്നു. 1 ഇലക്ട്രോണിനെ കൂടി അധികം കിട്ടി. ക്ലോറിൻ ആരായി? 2, 8, 8 എന്നുള്ള അഷ്ടക ഇലക്ട്രോൺ വിന്യാസം പൂർത്തീകരിച്ച ഒരു ആറ്റമായി മാറി. അപ്പൊ ഇവിടെ ക്ലോറിന്റെ പേര് മാറി. ഇതിനിപ്പോ 1 നെഗറ്റീവ് ചാർജ് അധികമല്ലേ? 17 പോസിറ്റീവ് ചാർജും 18 നെഗറ്റീവ് ചാർജും ഉണ്ട്. 18 ഇലക്ട്രോണുകൾ ഉണ്ട്.
അപ്പൊ ക്ലോറിൻ ആറ്റം നെഗറ്റീവ് ചാർജുള്ള ഒരു അയോണായി മാറിയിരിക്കുന്നു. സോഡിയം ക്ലോറൈഡില് സോഡിയത്തിന് പോസിറ്റീവ് ചാർജ് ആയി കിട്ടി, ക്ലോറിന് നെഗറ്റീവ് ചാർജും കിട്ടി. ഇത്തരത്തില് അപ്പൊ ഈ ഇലക്ട്രോണിക ബന്ധനത്തിനാണ് അയോണിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് അയോണിക് ബോണ്ടിങ്? നമുക്ക് ടെക്സ്റ്റിലുള്ള ഡെഫിനിഷൻ ഒന്ന് നോക്കാം. അയോണിക് ബോണ്ട് ഈസ് എ കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. അപ്പോൾ അയോണിക് ബോണ്ടിങ് എന്താണ്? ഇറ്റ്സ് എ കെമിക്കൽ ബോണ്ടിങ് ഫോംഡ് ബൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. In an ionic bond, the ions are held together by the electrostatic force of attraction between the oppositely charged ions. അപ്പോൾ സോഡിയം ക്ലോറിനും കൂടി ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടായപ്പോൾ ഇതിൽ സോഡിയത്തിന് പോസിറ്റീവ് ചാർജ്, ക്ലോറിന് നെഗറ്റീവ് ചാർജ് ഈ അയോണുകൾക്ക് അല്ലെ. അപ്പൊ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ആകർഷിക്കും നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈ ആകർഷണത്തിന് പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡിലെ സോഡിയം ആറ്റത്തെയും ക്ലോറിൻ ആറ്റത്തെയും തമ്മിൽ പിടിച്ചു നിർത്തുന്ന ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇതിന്റെ മലയാളം കൂടി നോക്കാം. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുതാകർഷണമാണ് അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു സംശയത്തിനും കൂടിയുള്ള മറുപടി ഇല്ലേ? ഇപ്പൊ ഇവ രാസബന്ധനത്തിൽ ഏർപ്പെട്ടാലും പിന്നെ വേറിട്ട് പോകാതെ എന്തുകൊണ്ടാണ്? ഈ അയോണിക് ബോണ്ടിങ്ങിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അട്രാക്ഷൻ ആണ് ഈ ബന്ധത്തെ എന്നെന്നും നിലനിർത്തുന്നത്. ഈ അയോണിക് ബോണ്ടിങ്ങിനെ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഉപയോഗിച്ചും പ്രതിനിധീകരിക്കാവുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ ഇത് വരക്കുകയാണെങ്കിൽ എത്രങ്ങാനും സ്ഥലം വേണം അല്ലെ? കുറെ സമയവും കൺസ്യൂം ചെയ്യും. അപ്പൊ അതിനു പകരം നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിലൂടെ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ ചിത്രീകരിക്കാൻ പറ്റും. അപ്പൊ നോക്കിയോക്കൂ, സോഡിയം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് 2, 8, 1. അപ്പൊ കൂടി കൂട്ടിയാൽ എത്ര ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടും അല്ലെ? 2 വിട്ട് 10, 10 3 11. പിന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണിനെ മാത്രം നമ്മൾ ഈ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്താൽ മതി, പ്രതിനിധീകരിച്ചാൽ മതി. അപ്പൊ സോഡിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ, അതാണ് ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി ക്ലോറിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് കിട്ടും? 8 2 10 7 17 അല്ലെ? അപ്പൊ 17 ഇലക്ട്രോണുകളിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രം നമുക്ക് ഇവിടെ കാണിച്ചാൽ മതി. 2 4 6 7 ഇലക്ട്രോൺ. അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ സോഡിയം ആറ്റം ഈ ഇലക്ട്രോണിനെ ക്ലോറിന് വിട്ടുകൊടുക്കുന്നു. എന്നിട്ട് സോഡിയം പോസിറ്റീവ് ചാർജുള്ള അയോണായി മാറുന്നു. ക്ലോറിനോ ആ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു, നെഗറ്റീവ് ചാർജുള്ള അയോണായി മാറുന്നു. രണ്ടുപേർക്കും ഇപ്പൊ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനുള്ള ആറ്റങ്ങളായി മാറിയില്ലേ? ഇതിപ്പോ സോഡിയം ക്ലോറൈഡിന്റെ ഒരു മോളിക്യൂളാണ്. അതിൽ സോഡിയത്തിന്റെ ഒരു ആറ്റം, ക്ലോറിന്റെ ഒരു ആറ്റം ഉണ്ട്. സോഡിയത്തിന്റെ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ്, ക്ലോറിന്റെ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമുള്ള ആകർഷണ ബന്ധം മൂലമാണ്, അതിന്റെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ വൈദ്യുതാകർഷണ ബലം. ആ ഫോഴ്സ് ആണ് ഇവരെ സോഡിയം ക്ലോറൈഡ് മോളിക്യൂളായി നിലനിർത്താൻ സഹായിക്കുന്നത്. ഇനി ഇതിന്റെ ഈ കെമിക്കൽ ഇക്വേഷനും കൂടി ഒന്ന് എഴുതി നോക്കാം. സോഡിയം ആറ്റം എന്തായി? സോഡിയം ആറ്റം 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സോഡിയം അയോണായി മാറുന്നു. ക്ലോറിൻ ആ ഇലക്ട്രോണിനെ സ്വീകരിച്ച് ക്ലോറിൻ നെഗറ്റീവ് ചാർജുള്ള അയോണായി മാറുന്നു. ഇനി നമുക്ക് അയോണിക ബന്ധനത്തിൽ മഗ്നീഷ്യവും ഓക്സിജനും കൂടി ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നതിന്റെ റെപ്രസെന്റേഷൻ എന്ന് നോക്കാം. ഇതാണ് മഗ്നീഷ്യം ആറ്റത്തിന്റെ ബോർ മോഡല്. 12 പ്രോട്ടോൺ, 12 ഇലക്ട്രോണുകളുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക 2 8 2. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, ബാക്കി 2 എം ഷെല്ലില്. അപ്പൊ മഗ്നീഷ്യത്തിന് ഏറ്റവും എളുപ്പം എത്രയാണ്? ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ ആണ് നമ്മള് എന്ത് പറയാ, വാലൻസി ഇലക്ട്രോൺ എന്ന് പറയുന്നത്, മഗ്നീഷ്യത്തിന്റെ സംയോജകത എന്ന് പറയുന്നത്. മഗ്നീഷ്യത്തിന് ഈ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകളായി നിൽക്കാം. മഗ്നീഷ്യം അതാണ്. ഓക്സിജന് എന്ത് ചെയ്തു? ഈ 2 ഇലക്ട്രോണുകളെ കൊടുത്തപ്പോ
എം ഷെല്ലിൽ തന്നെ പോയി. മഗ്നീഷ്യത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നോക്കൂ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8. ഈ 2 ഇലക്ട്രോൺ എവിടെ പോയി? ഓക്സിജന് കൊടുത്തു. കാരണം ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ 2, 6. 2 ഇലക്ട്രോണിനെ കൂടി കിട്ടിയ ഓക്സിജൻ എന്ത് ചെയ്യുക? ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അഷ്ടക ഇലക്ട്രോണിക ബന്ധം പൂർത്തീകരിക്കാൻ കഴിയും. അങ്ങനെ മഗ്നീഷ്യം ആറ്റം 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തപ്പോൾ മഗ്നീഷ്യം അയോണായി മാറി, 2 പോസിറ്റീവ് ചാർജുള്ള മഗ്നീഷ്യം അയോണായി മാറി. ഓക്സിജനോ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ചപ്പോൾ 2 നെഗറ്റീവ് ചാർജുള്ള അയോണായി മാറി. ഇനി അതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം നോക്കിയേക്കൂ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രം കാണിച്ചാൽ മതി ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രത്തില്. അപ്പോൾ 2, 8, 2. ഓക്സിജന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോണുകളും. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ഈ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8 ആയി. ഇതിന്റെ പോസിറ്റീവ് ചാർജ് എത്ര? 2 പോസിറ്റീവ് ചാർജും. ഓക്സിജൻ അതുപോലെ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ചപ്പോൾ 2 നെഗറ്റീവ് ചാർജും കിട്ടി. നോക്കിയോക്കൂ, അതിന്റെ ഫോർമുല എങ്ങനെ എഴുതുക? മഗ്നീഷ്യം 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് 2 പോസിറ്റീവ് ചാർജുള്ള മഗ്നീഷ്യം അയോൺ ആയിരിക്കുന്നു. ഓക്സിജൻ ആ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് 2 നെഗറ്റീവ് ചാർജുള്ള അയോണായി മാറിയിരിക്കുന്നു. അയോണിക ബന്ധനത്തിൽ നമുക്ക് സോഡിയം ഫ്ലൂറിനും കൂടി ചേർന്ന് സോഡിയം ഫ്ലൂറൈഡ് ഉണ്ടാകുന്നതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം നോക്കാം. സോഡിയത്തിന്റെ ആറ്റോമിക നമ്പർ 11. അപ്പോൾ സോഡിയത്തിൽ 11 ഇലക്ട്രോണുകൾ ഉണ്ടാവും. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, ബാക്കി 1 ഇലക്ട്രോൺ എം ഷെല്ലിലേക്ക് പോയി. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. അപ്പൊ സോഡിയത്തിന്റെ വാലൻസി എത്രയാണ്? 1. വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനോ സ്വീകരിക്കുവാനോ പങ്കിട്ട് നിൽക്കാനോ ഉള്ള ആറ്റങ്ങളുടെ കഴിവ്. അപ്പൊ സോഡിയത്തിന് 1 ഇലക്ട്രോണിനാണ് വിട്ടുകൊടുക്കുന്നത്. സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. ഫ്ലൂറിന് 1 ഇലക്ട്രോണിനെ കൂടി കിട്ടിയാൽ അതിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാൻ പറ്റും. അങ്ങനെ സോഡിയം ഫ്ലൂറിനും കൂടി ചേരുമ്പോൾ സോഡിയം 1 ഇലക്ട്രോണിനെ ഫ്ലൂറിന് കൊടുക്കുന്നു. അപ്പോ സോഡിയത്തിന്റെ ഇലക്ട്രോണിക വിന്യാസം എഴുതിയാൽ എന്ത് വരും? 2, 8. ഫ്ലൂറിന്റെ ഇലക്ട്രോണിക വിന്യാസം 2, 8. രണ്ടുപേർക്കും എന്തായി? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ അഷ്ടക ഇലക്ട്രോണിക വിന്യാസം പൂർത്തിയായില്ലേ? ഇതിനു വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ എന്തിൽ ഏർപ്പെടുന്നത്? രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെ രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ അവയെ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് മോളിക്യൂളായി മാറുമ്പോൾ അവയെ വിട്ടുപോകാതെ പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് എന്താണ്? ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള അട്രാക്ഷൻ, ആകർഷണ ബലമായ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അടുത്തത് മഗ്നീഷ്യവും ഫ്ലൂറിനും ചേർന്ന് MgF2 മഗ്നീഷ്യം ഫ്ലൂറൈഡ് ഉണ്ടാകുന്നതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം നമുക്ക് നോക്കാം. അപ്പൊ മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുണ്ട് അല്ലെ? 12 ആറ്റോമിക് നമ്പർ. അപ്പോൾ 2, 8, 2. ഫ്ലൂറിനോ 1 ഇലക്ട്രോണിനെ ആവശ്യമുള്ളൂ. അപ്പൊ ഫ്ലൂറിന് എന്ത് ചെയ്തു? കൂടെയുള്ള മറ്റൊരു ഫ്ലൂറിനെ കൂടി കൊണ്ടുവന്നു മഗ്നീഷ്യത്തിന്റെ അടുത്ത് നിർത്തി. മഗ്നീഷ്യം 1 ഇലക്ട്രോണിനെ ഈ ഫ്ലൂറിന് കൊടുത്തു, 1 ഇലക്ട്രോണിനെ ഈ ഫ്ലൂറിന് കൊടുത്തു. അപ്പോ മഗ്നീഷ്യത്തിന്റെ വാലൻസി 2+ ആണ്. 2 ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റും. ഫ്ലൂറിന്റെ വാലൻസിയോ 1 ആണ് അല്ലെ? 1 ഇലക്ട്രോണിനെ ആവശ്യമുള്ളൂ. അടുത്ത ഇലക്ട്രോൺ ആർക്കാ കൊടുത്തത്? തൊട്ടടുത്ത ഫ്ലൂറിനാണ്. അങ്ങനെ ഇവർക്കൊക്കെ ഇപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായി? 8 ആയി ബാഹ്യതമ ഷെല്ലിൽ. ഇപ്പൊ പഠിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് ലെറ്റസ് അസസിൽ നിന്നുള്ള ഒരു ചോദ്യം നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ and answer the following questions. Symbols are not real. S, P, Q, R, S എന്നാണ് എലമെന്റ്സിനെ തന്നിട്ടുള്ളത്. അതിന്റെ മലയാളം മീഡിയം നോക്കിയാല് ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തീകരിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. മൂലകങ്ങൾ P, Q, R, S എന്നാണ്. ആറ്റോമിക നമ്പർ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അപ്പൊ അതാണ് ഇവിടെ നോക്കിയോക്കൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പി എന്ന എലമെന്റിന്റെ ആറ്റോമിക നമ്പർ 9 ആണെങ്കിൽ അതിൽ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, ബാക്കിയുള്ളത് 8 ഇലക്ട്രോൺ എൽ ഷെല്ലിൽ കൊള്ളും. ഇവിടെ 7 ഉള്ളൂ. 7 2 9. അടുത്ത ക്യൂ എന്ന എലമെന്റിന്റെ ആറ്റോമിക നമ്പർ 17 ആണ്. ഇപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയേക്കൂ. 2 കെ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ള 2 ഇലക്ട്രോണുകളെ ബാക്കി ഇലക്ട്രോണുകളെ എൽ ഷെല്ലിന് കൊടുത്തു. എൽ ഷെല്ലിന് ആകെ ഉൾക്കൊള്ളാൻ കഴിയും 8 ഇലക്ട്രോണുകളെ. അപ്പൊ ബാക്കിയുള്ള 7 ഇലക്ട്രോണുകൾ എം ഷെല്ലിന് പോയി.
അപ്പൊ 2, 8, 7 ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പിന്നെ 6 എന്ന എലമെന്റ്, ഇങ്ങനൊന്നും എലമെന്റ് ഇല്ല, അതൊക്കെ സിമ്പൽ യഥാർത്ഥമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 6 എന്ന എലമെന്റിന്റെ ആറ്റോമിക നമ്പർ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര? 2, 8. എന്താ അതിന്റെ പ്രത്യേകത? ഔട്ടർമോസ്റ്റ് ഷെല്ലില്, ബാലൻസ് ഷെല്ലില് ഒക്ടറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് അല്ലെ, 8 ഇലക്ട്രോണുകൾ ആയിട്ടുണ്ട്. ഇനി എസ് നോക്കിയാലോ, 12 ആറ്റോമിക നമ്പർ. അപ്പൊ ഇലക്ട്രോണിക വിന്യാസം 2, 8, 2. കൂട്ടി നോക്കൂ, 7, 2, 10 പ്ലസ് 2 12. ഇവിടെ 8, 2, 10 10 ഇലക്ട്രോൺ ആയില്ലേ. ഇവിടെ 8, 2, 10 7 17. ഇവിടെ 7, 2 9. അപ്പൊ അത് ശരിയായി. ഇനി അടുത്ത ചോദ്യം എന്താണ്? വിച്ച് എലമെന്റ് ഈസ് ഇൻ ദ ടേബിൾ ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ വൺ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ ടേബിളിലെ ഏറ്റവും സ്റ്റേബിൾ ആയ എലമെന്റ് ഏതാണ്? മുകളിൽ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ സ്ഥിരത ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഉത്തരം സാധൂകരിക്കുക. അപ്പൊ ഇതിൽ ഏറ്റവും സ്ഥിരത കൂടുതൽ ആർക്കാണ്? ഔട്ടർ പോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുള്ള ഈ 6-നാണ് അല്ലെ, എലമെന്റ് 6-ന്, മൂലകം 6-നാണ് സ്ഥിരത കൂടുതൽ. അടുത്ത ചോദ്യം എന്താണ്? രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്ന മൂലകം ഏതാണ്? ഇതിൽ ഏത് മൂലകാണ് രാസപ്രവർത്തനത്തില് ഏർപ്പെട്ട ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്? ഇവിടെ നോക്കൂ, ഈ പി എന്ന എലമെന്റിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ പിക്ക് 1 ഇലക്ട്രോണിനെ കൂടി കിട്ടിയാല് അഷ്ടകം പൂർത്തിയായി. അപ്പൊ ഇത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കൂല. അടുത്തതോ ഇത് 2, 8, 7. ഇതിനും അതെ, 1 ഇലക്ട്രോണിനെ കൂടി കിട്ടിയാല് അഷ്ടകം ഒക്ടേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവും. അപ്പൊ ഇതും എന്തേ ചെയ്യുള്ളൂ? 1 ഇലക്ട്രോണിനെ വാങ്ങാനേ ശ്രമിക്കുകയുള്ളൂ. ഇതോ, ഇതിന് 2, 8 ഇത് ഒരിക്കലും വിട്ടുകൊടുക്കൂല. പിന്നെ ആകെ വിട്ടുകൊടുക്കാൻ സാധ്യത 2, 8, 2. ഇതിന് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഒക്ടേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പൂർത്തീകരിക്കാൻ പറ്റും. എം ഷെൽ ഒഴിവാക്കിയ 2, 8 എന്നുള്ള കോൺഫിഗറേഷനിൽ നിൽക്കാം. ഇതിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നത് അപ്പൊ ആരാണ്? യെസ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. എന്താ ചോദ്യം? റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ കമ്പൈനിങ് എലമെന്റ്സ് എസ് ആൻഡ് പി. എസ് എന്ന മൂലകം പിയുമായി യോജിച്ച് ഉണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക. നോക്കിയേക്കൂ, എസ് എന്ന മൂലകത്തിന്റെ ആറ്റോമിക നമ്പർ 12, ഇലക്ട്രോണിക കോൺഫിഗറേഷൻ 2, 8, 2 പി എന്ന മൂലകത്തിന്റെ ആറ്റോമിക നമ്പർ 9, അതിന്റെ ഇലക്ട്രോണിക വിന്യാസം 2, 7. അപ്പൊ എസ് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. പിക്ക് 1 ഇലക്ട്രോണിനെ ആവശ്യമുള്ളൂ അല്ലെ. പി എന്താ ചെയ്യാ? ഇതുപോലെ വേറൊരു എലമെന്റിനെ കൂടി കൊണ്ടുവരും, എന്നിട്ട് ഇതിന്റെ അടുത്ത ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്യുക. ഇലക്ട്രോണിക വിന്യാസം എഴുതുമ്പോ എസിന്റെ എത്രയാണ്? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാണ്ട് പിക്ക് 1 ആവശ്യമുള്ളൂ. അപ്പൊ ഇനി ഇതിനെന്ത് ചെയ്യാ അറിയാം? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതുക. അതാണ് എസ് 1 പി 2. ശരിക്കും 2 ആറ്റങ്ങൾ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് പെട്ടെന്ന് എഴുതാൻ എളുപ്പത്തിന് വേണ്ടിട്ട് എന്ത് ചെയ്യുക? എസ് P2 എന്ന് എഴുതുക. ഇതിന്റെ വാലൻസി എടുത്ത് പിക്ക് കൊടുക്കുക, പിയുടെ വാലൻസി എടുത്തിട്ട് ഇങ്ങോട്ടും കൊടുക്കുക. വാലൻസി എന്ന് പറഞ്ഞാല് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം. എന്തിന്? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ വിട്ടുകൊടുക്കുകയോ പങ്കിടുകയോ ഒക്കെ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ശരിക്കും വാലൻസി. അപ്പൊ പിക്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. സോറി, എസിന് 2 ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാം. എസിന്റെ വാലൻസി 2. അത് നമ്മള് മോളിക്കുലാർ ഫോർമുല എഴുതുമ്പോ, രാസസൂത്രം എഴുതുമ്പോ എസിന്റെ വാലൻസി എത്രയാണോ അത് പിക്ക് കൊടുക്കുക, പിയുടെ എസിനും കൊടുക്കുക. അപ്പൊ കോമ്പൗണ്ടിന്റെ ഫോർമുല sp2. അപ്പൊ നമ്മൾ പാഠത്തിന്റെ തുടക്കത്തിൽ ചില സംശയങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. ആ ഏതാനും സംശയങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് എങ്ങനെയാണ് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നത്, എന്തിനാണ് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നത്, ഇതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആറ്റങ്ങളെല്ലാം അവയുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അല്ലെങ്കിൽ വാലൻസി ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളായി നിൽക്കുവാൻ അവയുടെ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അഷ്ടക ഇലക്ട്രോണിക വിന്യാസം പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത്. 2 തരത്തിലുള്ള രാസബന്ധനങ്ങളുണ്ട്. അതിൽ അയോണിക ബന്ധനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി കോവാലന്റ് ബോണ്ടിങ്, സഹസംയോജക ബന്ധനം നമുക്ക് പറയാനുണ്ട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താ നോക്കണം, പോളർ നേച്ചർ നോക്കണം, അതുപോലെ വാലൻസി, മോളിക്യുലാർ ഫോർമുല, ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാൻ ബാക്കിയാണ്. അപ്പൊ ആ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കണ്ടുമുട്ടാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.